ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്പൈ ഹോം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മിനി വ്ളോഗുമായിട്ടാണ്, സൺഡേ വ്ളോഗുമായിട്ടാണ് കേട്ടോ. സൺഡേ മോർണിംഗിൽ തന്നെ നമ്മൾ ഹാർബറി ടൈമിൽ ചാച്ചൂസിനെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി ആദ്യം പോകാൻ പ്ലാൻ ഇട്ടത് പല്ലശനക്കാവിലോട്ടായിരുന്നു കേട്ടോ, അമ്പലത്തിലോട്ട്. അവർ ബൈക്കിന് വരാമെന്ന് പറഞ്ഞു, ഞാൻ ബസ്സിന് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ബസ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ആ പ്ലാന് മാറ്റേണ്ടി വന്നു. അടുത്തതായി നമ്മൾ പോകുന്നത് ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ ആയിരുന്നു. അപ്പോൾ അതിന് ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല സീനറീസ് കണ്ടപ്പോൾ ഞാൻ ഫോട്ടോസും വീഡിയോസും എടുത്തു. അങ്ങനെ നമ്മളത് ഹൗസ് വാമിൻ്റെ വീടെത്തി. അവിടെ നമ്മളുടെ 15 വർഷത്തോളം ഞാൻ കാണാതിരുന്ന എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരോടും കുശലം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഞാൻ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ വീട് അടിപൊളിയായിരുന്നു കേട്ടോ. 2 ബെഡ്റൂം ഹോൾ കിച്ചണായിരുന്നു. നല്ല രസമുള്ള വീടായിരുന്നു. നമ്മളങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരോടും സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്തതായി പോയത് ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു. ബിരിയാണി ആയിരുന്നു, അടിപൊളിയായിരുന്നു ബിരിയാണി. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അടുത്ത ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കൊല്ലങ്കോട് ഉള്ള താമരപ്പാടത്തേക്ക് പോകുമായിരുന്നു. അവിടെയുള്ള ചേച്ചിയുടെ കയ്യിൽ നിന്ന് എലന്തിപ്പഴമൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ റോഡുണ്ടല്ലോ ഭയങ്കര മോശമായിരുന്നു, ഭയങ്കര ട്രാഫിക്കും ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴുണ്ടല്ലോ നമ്മളതെല്ലാം മറന്നു. ഭയങ്കര രസമായിരുന്നു ആ ഒരു സീനറീസ്. നല്ല രസമുള്ള നല്ല വലിയ പാടം, അവിടെ 2 സൈഡും നമ്മുടെ ചെണ്ടുമല്ലി പൂക്കളും വാടാമല്ലി പൂക്കളൊക്കെ കൊണ്ട് വെച്ച് ലൈറ്റ്സും ഒക്കെ അറേഞ്ച്മെൻറ്റ്സൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഒരാൾക്ക് 30 രൂപയാണ് എൻട്രൻസ് ഫീ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയ ഫോട്ടോസും വീഡിയോസും എടുത്തെടുത്തിട്ട് നമ്മൾക്ക് മതിയാവത്തില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒരു ആന ഉണ്ടായിരുന്നു, നമ്മൾ അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അതുപോലെ ഒരു ഏറുമാടം ഉണ്ടായിരുന്നു, അതിൻ്റെ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുണ്ടല്ലോ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ചാച്ചൂസിനെ അടുത്ത് കുഞ്ഞൂസ് കറക്കിക്കൊണ്ട് നടന്ന് കുറേ റീൽസും ഒക്കെ എടുത്ത് ഞങ്ങളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലായിരുന്നു. കുറേ ഞാൻ ചാച്ചൂസിനെ എടുത്ത് കറക്കി. എന്നിട്ട് ആ പൂക്കളുടെ ഇടയിലൂടെ നമ്മളിങ്ങനെ കുറേ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി. ഭയങ്കര രസമായിരുന്നു. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒന്നും തന്നെ ഓർക്കില്ല. നമ്മൾ ഇത്രയും പ്രശ്നത്തിലൂടെയാണ് പോകുന്നതെന്ന് ഓർക്കത്തേയില്ല. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് പോവാൻ വേണ്ടി റെഡിയായി. അപ്പോഴത്തേനും ഇരുട്ടായിട്ടോ. അപ്പോഴാണ് കുഞ്ഞൂസിന് വീണ്ടും കുറച്ച് ഓടണം എന്ന് പറഞ്ഞ് ഞാൻ അതൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തിട്ടോ. അങ്ങനെ നമ്മൾ ഇതാണ്ടോ എന്ത് രസമാണെന്നോ. അങ്ങനെ ഓട്ടവും ചാട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് വന്നപ്പോൾ ചാച്ചൂസിൻ്റെ അടുത്ത് പൊക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചാച്ചൂസിൻ്റെ അടുത്ത് പൊക്കിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു വാവ. അത് കഴിഞ്ഞ് മോൾക്ക് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ് ഊന്തും തള്ളും ആയപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അതും കഴിച്ച് നമ്മൾ വരുമ്പോൾ ചാച്ചൂസിന് ഉറക്കം വന്നു കേട്ടോ. ഉറക്കം വന്നപ്പോൾ ചാച്ചൂസിൻ്റെ അടുത്ത് ഇഡ്ഡലിയൊക്കെ കൊടുത്ത് നമ്മളങ്ങനെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ നമ്മൾക്ക് അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. പ്ലീസ് സബ്സ്ക്രൈബ്.